ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വചനദീപ്തി പ്രെയർ ഫെലോഷിപ്പിന്റെ കൂടി നമ്മള് സാക്ഷ്യകൂടാരം എന്നൊരു പ്രോഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. സാക്ഷ്യകൂടാരം അത് അനേകരെ അവനവന്റെ സാക്ഷ്യം പറയിപ്പിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ സാക്ഷ്യം പറഞ്ഞ പലരെയും ദൈവകൃപയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു പാസ്റ്റർക്ക് സമയം കൊടുക്കും മുൻപായിട്ട്, പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യും മുൻപായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 അധ്യായം അതിന്റെ 12, 13 വേദഭാഗങ്ങൾ ഇങ്ങനെ പറയുകയാണ്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇവിടെ ദാവീദ് തന്റെ സ്നേഹം കർത്താവുമായിട്ട് പങ്കിടുകയാണ്. കർത്താവിനോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. തന്റെ മക്കൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുന്നവനായ കർത്താവ് നമുക്ക് വേണ്ടി ഉത്തരമരുളും. തന്റെ സ്തുതിഗീതത്തിൽ താനെ ഇതിനോടകം നേരിട്ട നിരവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്റെ ജീവിതത്തിലുണ്ട്. തന്റെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അവൻ ഓർത്തുകൊണ്ട് താൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് തന്നോട് എത്ര കൃപാലുവും അനുകമ്പയും ഉള്ളവനാകുന്നു എന്ന് താൻ തന്റെ ജീവിത അനുഭവത്തിലൂടെ മനസ്സിലാക്കി. മാത്രമല്ല താൻ സഹായത്തിനായിട്ടുള്ള കർത്താവിന്റെ സന്നിധിയിൽ തന്റെ സഹായത്തിനായിട്ടുള്ള നിലവിളി താൻ ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. കർത്താവ് അവനെ മരണത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഒക്കെ വിടുവിച്ചു. അവന്റെ മരണത്തിൽ നിന്ന് വിടുവിച്ച, നിരാശയിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് ഇവിടെ ദാവീദ് ചെയ്യുന്നത്. എന്താണ്? യഹോവ എനിക്കായി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? നമുക്ക് പകരം കൊടുക്കുവാൻ ഒന്നുമില്ല ദൈവമക്കളെ. രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത്. ഇവിടെ ദാവീദും അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ, നമുക്ക് കർത്താവ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നമ്മുടെ സമസൃഷ്ടങ്ങളോട് വിളിച്ചു പറയുക. അതിലൂടെ കർത്താവിങ്കിലേക്ക് അവരെ നടത്തുവാൻ കർത്താവ് സഹായിക്കണം. നമ്മെ ഇതുവരെയും ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ നടുവിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം പാസ്റ്റർ ബിജേഷ് തോമസ്, നിലമ്പൂരിലാണ് തന്റെ സ്വദേശം. താൻ ഇവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. പാസ്റ്ററെ സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സാക്ഷ്യകൂടാരം എന്ന പ്രോഗ്രാമിൽ എനിക്കും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും എന്ന ആത്മനിയോഗം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേദിയോടുള്ള ബന്ധത്തിൽ പ്രിയ കർത്താവിൻ്റെ ദാസി ബീനാൻറ്റി എടുക്കുന്ന ഈ തീരുമാനം, ചെയ്യുന്ന ഈ ശുശ്രൂഷ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനകരമായി തീരട്ടെ, അനേകർക്ക് വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിജേഷ് തോമസ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്വദേശിയാണ്. നിലമ്പൂരിൽ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചത് വെളിയനാട് തോമസ് കുട്ടി എന്നറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തോമസ് കുട്ടി എബ്രഹാം തോമസ്. അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസന്റെ ശിക്ഷണത്തിലും ശുശ്രൂഷയിലുമാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഉറയ്ക്കാനും സുവിശേഷ വേലയിൽ ഉറയ്ക്കാനും വിശ്വാസത്തിൽ ഉറയ്ക്കാനും ഒക്കെ കാരണമായി തീർന്നത്. ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും, ഈ മഹത്വമുള്ള വേലയ്ക്കും ജീവനുള്ള പ്രത്യാശയ്ക്കും ഭാഗമാകാൻ ഞങ്ങളെ വിളിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ച് വരുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങള്
ഏകദേശം 20 വർഷത്തിലടുത്തായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരു വാക്യം വായിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. അനുഗ്രഹീതമായൊരു വാക്യമാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. 1 തെസ്സലോനി ചാപ്റ്റർ 5 വേഴ്സ് 25. പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണ്, ഒത്തിരി കാര്യങ്ങൾ അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ദ മാൻ ഹു കോൾഡ് യു ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തൻ മാത്രമല്ല, എന്തുകൊണ്ട് അവൻ വിശ്വസ്തനാകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞതിന് വള്ളിയോ പുള്ളിയോ മാറ്റം വരുത്താതെ നിവർത്തിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, നമ്മുടെ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, ആ ദൈവം വിശ്വസ്തനാണ്. ആത്മഹത്യ നിമിത്തമോ അല്ലെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ടൊക്കെ ജീവിതം അവസാനിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് എന്നെ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ഈ സാക്ഷ്യകൂടാരം എന്ന പ്രോഗ്രാമിൽ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഈ ചാനലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതന്മാരോട് ഞങ്ങൾ പറയട്ടെ, വിശ്വസ്തനായൊരു ദൈവത്തെ മടി കൂടാതെ അനുഗമിക്കാൻ തയ്യാറായാൽ ജീവിതത്തിന്റെ ഏതിരുളടഞ്ഞ മേഖലകളെയും വെളിച്ചപൂർണമാക്കി മാറ്റാൻ ഈ ദൈവം വിശ്വസ്തനാണ്. തോറ്റുപോയി, ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, തകർന്നുപോയി, അടുത്തൊരു നിലയിലോട്ട് പോകാൻ കഴിയില്ല, സഹായിക്കാൻ ആരുമില്ല, സംരക്ഷണ ഭിത്തികളെല്ലാം തകർന്നുപോയി എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. പ്രവർത്തിക്കാൻ ശക്തനായൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 1982 ആണ് ഞാൻ ജനിക്കുന്നത്. ഒരു യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അമ്മ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ വളർത്തപ്പെട്ട സഹോദരിയായിരുന്നു. തൻ്റെ കുടുംബത്തിൽ ഏറ്റവും കുറവ് വിദ്യാഭ്യാസവും ശാരീരികമായി വളർച്ച കുറവും കഴിവ് കുറവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അതുപോലെ തന്നെയാണ് എൻ്റെ പപ്പയും. പപ്പ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ശാന്തമായ സ്വഭാവത്തിനുടമയായിരുന്നു എൻ്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രയാസങ്ങൾ പല മേഖലകളിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ജനനം ഒരത്ഭുതമായിരുന്നു. മക്കൾ ഉണ്ടാകില്ല എന്ന് ലോകവൈദ്യന്മാരാൽ വിധി എഴുതപ്പെട്ട മാതാപിതാക്കളുടെ 3 ആൺമക്കളിൽ മൂത്തവനായി ജനിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർത്തി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞെടുത്ത് സാധ്യമാകും എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾക്ക് തലമുറ എന്നൊരു കാര്യം ചിന്തിക്കുക പ്രയാസമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥനയുടെ മറുപടി. ഞാനിത് പറയാൻ കാരണം എൻ്റെ അമ്മ പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, അനേക രാത്രികൾ, അനേക പകലുകൾ, അനേക പ്രാർത്ഥനകളിൽ, അനേക കൂട്ടായ്മകളിൽ ഏകയായി കടന്നു എന്നിരുന്ന നിരാശയോടെ ഭാരത്തോടെ കരഞ്ഞതിന്റെ മറുപടിയാണ് നിങ്ങൾ എന്ന് പലപ്പോഴും ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറയാറുണ്ട്. ഈ സാക്ഷ്യത്തിന്റെ കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ,
തലമുറയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലകളിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരാൻ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ മാതാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്ത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ഞങ്ങൾ 3 ആൺമക്കളെ ദൈവം ഞങ്ങളുടെ മാതാവിന് നൽകാനിടയായിട്ടുള്ളത്. അപ്പൊ ജനനത്തിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അമ്മ ഞങ്ങളെ സമർപ്പിക്കാനിടയായി തീർന്നു. അതിന്റെ പരിണതഫലമായി കർത്താവ് നൽകിയ തലമുറയുമായി ഏത് പ്രാർത്ഥനാ മീറ്റിങ്ങിൽ കടന്നു എന്നാലും അവരെ കൊണ്ട്, അവിടെയുള്ള അച്ഛനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും അവരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ദാനം സ്വീകരിച്ചയാള് ഉടയവനോട് നന്ദിയുള്ളവരായിരിക്കണം, എങ്കിൽ ആ തലമുറ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് അടിവരയിട്ട് ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. അതെ, തലമുറ അത് ദൈവം തരുന്ന നന്മയാണ്, ദാനമാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല. യോബ് അങ്ങനെയാണത് പറയുന്നത്. മനുഷ്യന്റെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും സാധ്യമാകാത്തതാണ് തലമുറ എന്ന് പറയുന്നത്. മനുഷ്യനിലെ പ്രത്യുത്പാദനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യം കൊണ്ട് സാധ്യമാകുന്നതല്ല, കഴിവ് കൊണ്ടോ പണം കൊണ്ടോ സാധ്യമാകുന്നതല്ല. മറിച്ച് അതിന്റെ പുറകിൽ സൃഷ്ടാവിന്റെ ഒരു കരമുണ്ട്. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സൃഷ്ടാവിങ്കിലേക്ക് കടന്നു വരിക, തലമുറയെ ദൈവകരങ്ങളിൽ കൊടുക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ തലമുറയുമായി കടന്നു ചെല്ലുന്ന പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ, സുവിശേഷ യോഗങ്ങളിലൊക്കെ അവിടെയുള്ള അഭിഷിക്തരായ ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അവരുടെ ഭാവിക്ക് അനുഗ്രഹമായി മാറാനിടയായിത്തീരും. അവർ വഴിതെറ്റി പോകാതിരിക്കാൻ അതൊരു വലിയ ഘടകമായി മാറ്റപ്പെടും എന്നുള്ളതിന് 2 പക്ഷമില്ല. മുൻപോട്ട് പോകട്ടെ. അപ്പൊ ജനനം തന്നെ ഒരു അത്ഭുതമായി മാറ്റപ്പെട്ടു. എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിച്ച് മുൻപോട്ട് പോകാൻ നിവർത്തിയില്ലാതെ എൻ്റെ പിതാവ് ഒരു സ്കിൻ അലർജി രോഗത്തിന് അടിമപ്പെട്ട് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു ബാല്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും ഞങ്ങളുടെ ആകെ പിടിവള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സന്ധ്യയാകുമ്പോൾ ഒരു ചെറിയ കിറപ്പായിട്ട്, തഴപ്പായാണ് പണ്ടത്തെ തഴപ്പ മെഴുകിയ തറയിൽ ഓലമേഞ്ഞ വീടിന്റെ കൂരയുടെ ചുവട്ടിൽ സന്ധ്യയായി 6:30 മണി 7 മണിയായാൽ പായിട്ടിരുന്ന് പാടുക, പ്രാർത്ഥിക്കുക. രാത്രി 8:30 വരെ വചനങ്ങൾ കാണാതെ പഠിക്കുക, എങ്കിൽ മാത്രമേ ആഹാരം തരികയുള്ളൂ. അങ്ങനെ വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തു വന്നിരുന്ന ഒരു ബാല്യകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം. സമാധാനത്തിനുള്ള വഴി എന്ന് പറയുന്നത് സന്ധ്യയെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആവശ്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് സമാധാനം ലഭിച്ചിരുന്നത്. ഓല വീട്, പിതാവ് രോഗിയായി മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല, സഹായിക്കാൻ ആളുകളില്ല, സംരക്ഷിക്കാനോ സാരമില്ലെന്ന് പറയാനോ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം എൻ്റെ ബാല്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. വല്ലാതെ ഒറ്റപ്പെടലുകൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പറയാം, ആ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ കൈ പിടിക്കാൻ തയ്യാറായാൽ നിരാശപ്പെടേണ്ടി വരില്ല. അത് ഉറപ്പായ കാര്യമാണ്, മാറ്റമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹിത, സഹോദര, സഹോദരി, നിരാശപ്പെടണ്ട. ഈ സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തുന്നു. കൂടെ നിൽക്കാൻ കഴിയുന്ന, സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അരികത്തുണ്ട്. ശ്രദ്ധിക്കണേ, അങ്ങനെ ബാല്യകാലം വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 7-ല് 8-ല് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓലമേഞ്ഞ വീട് മേയാൻ നിവർത്തിയില്ലാതെ, അത് ഓല കെട്ടാൻ നിവർത്തിയില്ലാതെ 2-3 വർഷം മേയാതിരുന്ന്, ഓല കെട്ടാതിരുന്ന് ഓല വീട് ഈർക്കിളി വീടായി മാറി. അവസാനം അതിനകത്തേക്ക് വെള്ളത്തിന്റെ ചോർച്ച വർദ്ധിച്ചപ്പോൾ, മഴക്കാലത്തെ വെള്ളച്ചോർച്ച വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വലിയ തേക്കിന്റെ ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് ആ വിടവിലെല്ലാം കുത്തിത്തിരികി വെച്ച് തേക്കല വീടായി മാറി എൻ്റെ ബാല്യം ഞാൻ ഓർക്കുന്നുണ്ട്.
അപ്പോഴും ഞങ്ങളുടെ കൈ മുതൽ പ്രാർത്ഥന മാത്രമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല, സാഹചര്യങ്ങൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ സമാധാനം പ്രാർത്ഥനയിൽ പ്രാപിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പറയട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിലും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നിയാലും മടുത്തു പോകാതെ വിശ്വാസത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ എൻ്റെ നീതിയെ നീതിസൂര്യനായ കർത്താവ് പ്രകാശമാക്കി മാറ്റുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിൽ കടന്നു വരും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. ശ്രദ്ധിക്കണമേ. അങ്ങനെ ഞാൻ മുൻപോട്ട് ഞങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് വന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വല്ലാത്ത സാഹചര്യങ്ങൾ. എല്ലാവരും സ്കൂളിലേക്ക് പുസ്തകങ്ങളൊക്കെ നല്ല ബാഗിനകത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ 50 പൈസയുടെയും അന്ന് 10 പൈസയൊക്കെയാണ് കവറുള്ളത്. 5 പൈസയ്ക്കുള്ള കവറിനകത്ത് പുസ്തകമിട്ട് വീട്ടിലുണ്ടാക്കിയ പറമ്പിലുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ പറിച്ച് അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ അതുമായിട്ടാണ് സ്കൂളിലേക്ക് കടന്നു പോവുക. അത് കലാലയത്തിനടുത്തുള്ള സ്കൂളിനടുത്തുള്ള പച്ചക്കറി കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് അത് കിട്ടുന്ന കാശുമായി വീട്ടിലേക്ക് വന്നാണ് അന്നത്തെ ഉപജീവനം മുൻപോട്ട് പോകുന്നത്. ബാല്യകാലത്തിൽ വീട്ടിൽ വരുമ്പോൾ എന്താണ് കഴിക്കുക എന്ന് വെറൈറ്റികളുടെ ചിന്തയോടുകൂടെ കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ ഞങ്ങളുടെ ചിന്ത മഴ നനയാതെ കിടക്കാൻ ഏറ്റവും വലിയ തേക്ക് എവിടെയാണുള്ളത്, ആ തേക്കിന്റെ ഇല പറിച്ചു കൊണ്ടുപോകണം എന്ന ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കടന്നു വരുന്നത്. അങ്ങനെ ബാല്യകാലമൊക്കെ മുന്നോട്ട് കടന്നു വന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസം എത്തി. 10ാം ക്ലാസ് വിദ്യാഭ്യാസം എത്തുമ്പോൾ എൻ്റെ പിതാവിന്റെ രോഗം അതികലശലായി. മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ആ സമയത്ത് ഞാൻ പപ്പയുമായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഏകദേശം 2 മാസത്തോളം നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം വളരെ പ്രയാസത്തിലേക്ക് വന്നു. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി, പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല, തോറ്റുപോയി. ഒരു ആവറേജ് സ്റ്റുഡന്റ് എന്ന നിലയിൽ ശരാശരി മാർക്കൊക്കെ മേടിച്ച് പാസ്സാകാൻ സാധ്യതയുള്ള എൻ്റെ വിദ്യാഭ്യാസ ജീവിതം വളരെ പ്രയാസത്തിലായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പരീക്ഷ എഴുതി, പക്ഷേ പരീക്ഷ തോറ്റുപോയി. അങ്ങനെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായി. ആ സമയത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൊഴിലിനിറങ്ങുക, എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങുക. 15 വയസ്സുള്ളയാള് എന്ത് ജോലിക്ക് പോകാനാണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധുവായ എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ നടത്തുന്ന ഒരു കമ്പനിയിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാനിടയായി. ആ കമ്പനിയിൽ ഏകദേശം 6-7 വർഷത്തോളം ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഇലക്ട്രിക് വെൽഡിങ്ങും ഗ്യാസ് കട്ടിങ്ങും എയർ കണ്ടീഷൻ മെക്കാനിക്കും ഒക്കെയായി ഞാൻ ജോലി ചെയ്ത് മുന്നോട്ട് പോയി. ആ കാലഘട്ടത്തിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഒരുവിധം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വളരെ ഞെരുക്കത്തിന്റെ സാഹചര്യത്തിൽ മുൻപോട്ട് പോയ സാഹചര്യങ്ങൾ ഞാൻ ഓർക്കും. അന്നും പ്രാർത്ഥനയാണ് കൈമുതൽ. ഒരു ദിവസം ഞാൻ ജോലി സ്ഥലത്തുണ്ടാകുന്ന സമയത്ത് എനിക്ക് വലിയൊരു ആക്സിഡന്റ് നേരിട്ടു. എൻ്റെ കാല് ഉപ്പൂറ്റിയുടെ മുകളിൽ ശക്തമായ മുറിവുണ്ടായി. അത് തുന്നിക്കൂട്ടാൻ കഴിയാതെ ഹോസ്പിറ്റലുകാർ വലിച്ചു കൂട്ടി തുന്നി വിട്ടു. എനിക്ക് ആ ആഴ്ച വീട്ടിലേക്ക് വരാനായി കഴിഞ്ഞില്ല. ആഴ്ചയിൽ ഒന്നാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, വീട്ടിൽ ഞാൻ കൂടാതെ ഒരു വരുമാനം എന്ന് പറയുന്നത് തൊഴുത്തിലുള്ള ഒരു പശുക്കുട്ടിയാണ്, ഒരു കറവ പശുവാണ്. ആ കറവ പശു പനി പിടിച്ചു കിടക്കുന്നു. എൻ്റെ അമ്മയും സഹോദരന്മാരും പനി പിടിച്ചു കിടക്കുന്നു. ഞാനാണെങ്കിൽ കാല് മുറിഞ്ഞു വീട്ടിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ സഹോദരന്മാരെ പിടിച്ച് തുണയിൽ കൊണ്ടുവന്നിരുത്തി ഞാനും അവരും കൂടെ ഒരു പാട്ടിന്റെ 4 വരി പാടിയത് ഓർമ്മയുണ്ട്. അസാധ്യമായ ഒരു ആത്മസാന്നിധ്യം ഇറങ്ങി വന്നു. അതിശക്തമായ ഒരു ദൈവശക്തി വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരാധനയുടെ അന്തരീക്ഷം മാറി. 1 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ പനി പിടിച്ച് രോഗിയായി കിടന്ന എൻ്റെ സഹോദരന്മാർ ആ റൂമിനകത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുന്നു. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ തൊഴുത്തിൽ പനി പിടിച്ച് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടന്ന പശു എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാധന വെളിപ്പെട്ടപ്പോൾ എന്തോ ഒരു ശക്തി ആ വീടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ ശക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അന്ന് രാത്രി വലിയൊരു സൗഖ്യം വ്യാപരിക്കാനിടയായി. അതേ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അത്ഭുതങ്ങൾ നടക്കും എന്നതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. അങ്ങനെ മുൻപോട്ട് പോയി. ഞാൻ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ശക്തമായ ദൈവിക പ്രേരണ
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടാനായിട്ട് ദൈവിക ശബ്ദം ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഞാൻ ജോലിയുള്ള സമയത്ത് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിന്റെ ദാസൻ വെളിയനാട് തോമസ് കുട്ടിയും ജാൻസി ആന്റിയും അവർ രണ്ടുപേരും വീട്ടിലോട്ട് വന്നിട്ട് ഈ ഇടിഞ്ഞു വീടാറായ വീടിന്റെ മുറ്റത്ത് ഒരു കമ്പെടുത്തിട്ട് ഒരു കളം വരച്ചു, ഒരു ചതുരം വരച്ചു. ആ ചതുരം വരച്ചിട്ട് അതിനകത്ത് ഇത് റൂം, ഇവിടെ റൂം, ഇവിടെ അടുക്കള എന്ന് പറഞ്ഞ് ഇങ്ങനെ വരച്ചു വെച്ചു. എൻ്റെ അമ്മയോട് ചോദിച്ചു, വീട് പണി തുടങ്ങാൻ വിശ്വാസമുണ്ടോ? അമ്മ പറഞ്ഞു, വിശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന് പ്രവൃത്തി വേണ്ടേ? എന്താ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്? ഞങ്ങളുടെ വീടിന്റെ പറമ്പിന്റെ സൈഡിലൂടെ നടന്നുപോയ ഒരു ചേട്ടനെ വിളിച്ച് അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കട്ട പിടിച്ചു തരണം, വീട് വെക്കാൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അതിന് അഡ്വാൻസ്? അരി വാങ്ങാനുണ്ടായിരുന്ന 50 രൂപ എടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് പണിക്ക് കട്ട പിടിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിച്ച് പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ പറമ്പിൽ വന്ന് ചെളി കുഴച്ച് കട്ട പിടിക്കാനായി തുടങ്ങി. അമ്മയുടെ വിശ്വാസം കണ്ട പാസ്റ്റർ ഉത്സാഹിപ്പിച്ചിട്ട് അമ്മയോട് ആ പാസ്റ്റർ തന്നെ അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് ആ സ്ഥലത്തിന്റെ മൂലയിൽ അടിച്ചിട്ട് പറഞ്ഞു, വീടിന് കുറ്റിയടിച്ചു, ധൈര്യത്തോടെ പണി തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വല്യപ്പച്ചന്റെ ഒരു സ്നേഹിതൻ അവിടെ അതുവഴി വന്നു. അദ്ദേഹം ഒരു മേശരിയാണ്. അദ്ദേഹത്തെ വിളിച്ച് ബാക്കിയുള്ള അളന്ന് എങ്ങനെയൊക്കെ വാനമെടുക്കണം എന്ന് കുറ്റിയടിച്ചു. ഞങ്ങള് 3 പേരും കൂടെ പിക്കാസും തൂമ്പയും എടുത്തിറങ്ങി വാനമെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ രാത്രിയും പകലും വാനമെടുക്കുക. ആളുകളെല്ലാം പോകുമ്പോൾ ചോദിക്കുന്നു, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് വീട് പണിയാനാ, എങ്ങനെ വീട് പണി നടക്കും? ഞങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് വീട് പണി തുടങ്ങി. പകല് മുഴുവൻ വാനമെടുക്കും. രാത്രിയെല്ലാം അടുത്തുള്ള ഒരു ചെറിയ തോടുണ്ട്, ആ തോട്ടിൽ പോയി മണൽ വാരും. അതിനോട് ചേർന്നൊരു പുഴയുണ്ട്, അവിടെ പോയി മണൽ വാരും. അത് ചുമന്ന് വീട്ടിൽ കൊണ്ടുവരും. അതിനുശേഷം പകല് വാനമെടുക്കൽ കഴിഞ്ഞ് അടുത്തുള്ള ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കല്ല് പൊട്ടിച്ചു കൂട്ടി ആ കല്ലെല്ലാം ചുമന്നു കൊണ്ടുവന്ന് ഒരു 1-2 മേശ്വരിമാരെ നിർത്തി തറകെട്ടി തീർത്തു. അങ്ങനെ തറകെട്ടി തീർത്തപ്പോഴത്തേക്കും കട്ട പിടിക്കുന്നയാള് കട്ട പിടിച്ചത് ചൂള വെച്ചു. ആ കട്ട ചുമന്ന് ഈ തറയിൽ കൊണ്ടുവന്നു. ഉറങ്ങാത്ത ദിനരാത്രങ്ങൾ, പ്രാർത്ഥനാ ജോലി, നെഹമ്യാവിനെ പോലെ പ്രാർത്ഥനാ ജോലി, അങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് കട്ടളപ്പൊക്കം വരെ വീടിന്റെ പണി നടന്നു. ആ സമയമായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ടായി. പറമ്പിലുണ്ടായിരുന്ന മരമെല്ലാം മുറിച്ചു കൊടുത്തു. സഹായിക്കുന്ന കുറച്ചു പേര് വന്നു, അവരെ സഹായിക്കാൻ തുടങ്ങി. ഉത്സാഹത്തോടെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒന്നുമില്ലെങ്കിലും അതിനെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. ശൂന്യതയിലാണ് ഞങ്ങൾ വീട് പണി തുടങ്ങുന്നത്. ഏറ്റവും മനോഹരമായി അതിന്റെ പണികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചു. ഞാൻ ആ പദം ആവർത്തിക്കുകയാണ്. ഒന്നുമില്ലാതെ തുടങ്ങിയ വീടിന്റെ പണി മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചു. അത് ഇന്നും മനോഹരമായ ഒരു ഭവനമായി ഞങ്ങളുടെ ദേശത്ത് ഒരു അടയാളമായി ഇന്നും ആ വീട് നിലനിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. അതേ, വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നവനെ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നവനെ കരം പിടിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ചിലതിനെ പൂർത്തീകരിക്കാൻ, നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകലും നമ്മോട് കൂടെ ഉണ്ട് എന്ന് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. അതെ, അങ്ങനെ വീടിന്റെ പണി മുന്നോട്ട് വന്നു. കട്ടളപ്പൊക്കം എത്തി. മുൻപോട്ട് പോകാൻ നിവർത്തിയില്ല. സഹായിക്കുന്ന ആളുകളുടെ കരമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. രാത്രിയും പകലും ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സന്ധ്യാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ മധ്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, ബാങ്കിലോട്ട് പോവുക, ആധാരവുമായി ബാങ്കിലോട്ട് പോവുക. അല്പം സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ ആധാരവുമായി ബാങ്കിലോട്ട് പോകാൻ ദൈവാത്മാവ് പറയണ്ട, മാനുഷികമായി അതുമായിട്ട് അങ്ങ് പോയാൽ നമുക്ക് ലോൺ തരും, അത് കൊണ്ട് നമ്മുടെ പണി മുൻപോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇത് ഏപ്രിൽ മാസമാണ്, ക്ലോസിങ്ങിന്റെ സമയമായതുകൊണ്ട് ആ സമയത്ത് എന്നാൽ ലോൺ കിട്ടില്ല. പപ്പ രോഗിയായിട്ട് കിടക്കുന്നു. വീട് പണി മുൻപോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ മഴക്കാലം വന്നാൽ അതിനകത്ത് കിടക്കാൻ നിവർത്തിയില്ല. പപ്പയ്ക്ക് കിടക്കാൻ സാഹചര്യമില്ലാതെ ആയിപ്പോവും. ആ മാനേജറോട് ചെന്ന് അമ്മച്ചി പറഞ്ഞു, ഇങ്ങനെ സാറേ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ പപ്പയും കൂടെയാണ് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പപ്പ
പപ്പയും കൂടെ, രോഗിയായ പപ്പയും കൂടെയാണ് ബാങ്കിലോട്ട് ചെല്ലുന്നത്. മാനേജർ പറഞ്ഞു പറ്റില്ല, ഇത് ക്ലോസിംഗിന്റെ സമയമാണ്. തോമസിന് അല്പമെങ്കിലും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണല്ലോ, ഇത് ക്ലോസിംഗിന്റെ സമയമാണ്, നിങ്ങൾക്ക് ലോൺ തരാം, പക്ഷേ 2 മാസം കഴിഞ്ഞു വാ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞു വാ എന്നാവശ്യപ്പെട്ടു. ഞങ്ങൾ വീണ്ടും തിരിച്ചു നിരാശയോടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം പറയുകയാണ് ബാങ്കിലോട്ട് പോവുക. 2ാമത്തെ ദിവസം പപ്പ വന്നില്ല. അമ്മ പപ്പയുടെ ഞങ്ങളുടെ ഗ്രാൻഡ് പായെയും വിളിച്ചോണ്ടി എന്നു. അദ്ദേഹം ഇച്ചിരി രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള മനുഷ്യനാണ്. ഇന്നലെ തലേ ദിവസം പറഞ്ഞത് തന്നെ മാനേജർ ആവർത്തിച്ചു, കാശ് തരാനായിട്ട് പറ്റില്ല. 3ാമത്തെ ദിവസവും ഞങ്ങൾ വന്നിരുന്നു പ്രാർത്ഥിച്ചു, ദൈവമേ ഈ സാഹചര്യത്തിൽ പണി മുടങ്ങിപ്പോയാൽ അത് പ്രയാസമാണ്, എന്തെങ്കിലും ഒരു വഴി തുറക്കണം. ദൈവാത്മാവ് പറയുന്നു ബാങ്കിലോട്ട് പോവുക. ദൈവത്തിന് തെറ്റുപറ്റില്ല എന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. കടം മേടിക്കാൻ ദൈവം പറയുവോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ദൈവിക പദ്ധതി ഉണ്ടാകും എന്ന് നാം തിരിച്ചറിയുക. ദൈവം പറഞ്ഞു എന്ന് ബോധ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സ്റ്റെപ്പ് എടുക്കാവുള്ളൂ. അല്ലാതെ തോന്നലുകളുടെ പുറത്ത് കടം മേടിച്ച് പിന്നെ അത് വലിയ ഭാരമായി തീർന്ന് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ നാം ആയിരിക്കും അതിന്റെ ഉത്തരവാദി. തോന്നലുകളാകരുത്, ഉറപ്പുണ്ടാകണം. അങ്ങനെ ഉറപ്പിന്റെ പുറത്ത് 3ാമത്തെ ദിവസവും അമ്മ ഒറ്റയ്ക്ക് ബാങ്കിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ ബാങ്കിന്റെ മാനേജര് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ ഇറങ്ങി നിൽക്കുകയാണ്. ചോദിച്ചു, എന്നാ വന്നത്? ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിച്ചപ്പോ ദൈവം ഞങ്ങളോട് പറഞ്ഞു ബാങ്കിലോട്ട് പോകാൻ, അങ്ങനെ ഞങ്ങൾ വന്നതാ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു, ആ ദൈവമായിരിക്കും, ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട് അന്വേഷിച്ച് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. കാരണം 2 ദിവസം വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് 3ാം ദിവസം നിങ്ങൾ വന്നില്ലെങ്കിലോ എന്ന ചിന്തയോടെ നിങ്ങളുടെ വീട് അന്വേഷിച്ചു വരാനിരിക്കുകയായിരുന്നു എന്ന് പറയാനിടയായി. പെട്ടെന്ന് പോയി കരമടച്ചുകൊണ്ട് വന്നു. കരമടച്ചതും ഒരു അത്ഭുതമായിരുന്നു. കരമടച്ചുകൊണ്ട് വന്നു, കരമടച്ച് പേപ്പർ കയ്യിൽ കിട്ടി, ആ ലോൺ ആധാരം അവിടെ വെച്ചു, 25,000 രൂപ ലോൺ എടുത്തു. ആ ലോണുമായി വീട്ടിൽ വന്നു. വീടിന്റെ പണി വീണ്ടും കണ്ടിന്യൂ ചെയ്തു. തേപ്പൊന്നും നടന്നില്ല. വീട് പണിതു, ഓടിട്ടു, തറ കാവിയിട്ടു. അതിനുശേഷം കേറിത്താമസം നടത്തി. ആരൊക്കെയോ പ്രവചിച്ചതുപോലെ കയറിത്താമസം കഴിഞ്ഞ് 6ാമത്തെ മാസം എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അവിടെ നിന്ന് ഫീൽഡ് ഓഫീസർ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇത്രയും രോഗിയായ ഈ പിതാവ് ഉടനെ എങ്ങാണം മരിച്ചു പോയാൽ ഈ സ്വത്ത് മൈനറാകും, നമുക്ക് കൃഷി ലോൺ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എവിടുന്നാന്നറിയില്ല, ഇല്ലാത്ത നിയമങ്ങളൊക്കെ ഉണ്ടാക്കി സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി ആ മാനേജർ ലോൺ തരാനിടയായി. പക്ഷേ പറഞ്ഞ പോലെ എന്റെ പിതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സ്വത്ത് മൈനറായി. ആ 1 വർഷത്തെ പലിശ 5,000 രൂപ, അത് 30,000 രൂപയായി. ആ ലോൺ അങ്ങനെ 4-5 വർഷത്തോളം ഫ്രീസ് ആയിട്ട് കിടന്നു. ഒന്നും ചെയ്യാൻ വയ്യ, സ്വത്ത് മൈനറാണ്, ജപ്തി ചെയ്യാൻ വയ്യ. ഒരു നിലയിലും അവർക്ക് നടപടി എടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ കയ്യിൽ ഒരു 20,000 രൂപ അമ്മ എടുത്തു തന്നിട്ട് പറഞ്ഞു, മാനേജർ ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു, സ്ഥലം എന്റെ പേരിലോട്ട് കൈവശമാക്കി, അമ്മയുടെ പേരിലോട്ട് കൈവശമാക്കി, ആ ലോൺ പുതുക്കി വെച്ചു, 50,000 രൂപയാക്കി, 20,000 രൂപയും കൂടെ മാനേജർ തന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയായി 20,000 തിരിച്ചടയ്ക്കുക? 30,000 തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് 50,000 അത് തിരിച്ചടയ്ക്കുക? മാത്രമല്ല ഇപ്പൊ ലോൺ അമ്മയുടെ പേരില, അതുകൊണ്ട് അത് മൈനറല്ല. അടുത്ത വർഷം ലോൺ പുതുക്കി വെച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അമ്മ പറഞ്ഞ, അറിയില്ല കുഞ്ഞെ, കാശ് വന്നു, മേടിച്ചുകൊണ്ട് വന്നു, ബുദ്ധിമുട്ടല്ലേ? ആ കാശ് കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ ഒരു സ്ഥലത്ത് അല്പം റബ്ബർ വെച്ചു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത്. ദൈവം ഒന്നറിയാതെ വേറൊന്നും ചെയ്യില്ല കുഞ്ഞെ, നിരാശപ്പെടണ്ട. ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകരമുണ്ട്. പ്രശ്നം എവിടെയാണെന്നറിയാമോ? പ്രശ്നം വരുമ്പോൾ, നിരാശ വരുമ്പോൾ ദൈവത്തെ കളഞ്ഞേച്ചു വേറെ എന്തിൻ്റെങ്കിലും പുറകെ പോകരുത്. പ്രശ്നം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒരുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകലും തിരിച്ചറിയാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരട്ടെ. കമ്പിവാചകത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, അത് 55,000 2 വർഷം കഴിഞ്ഞു, 60,000 3 വർഷമായി, 70,000 രൂപ അവസാനം തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ആണ് കാർഷിക ലോൺ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം
ഉണ്ടാകുന്നത്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് പല പ്രാവശ്യം വന്നു. കൃഷി ലോണാണ്, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ്, ജപ്തിക്ക് ആൾ വന്ന് കുറ്റിയടിച്ച സാഹചര്യങ്ങൾ വരെ വീട്ടിൽ ഞങ്ങളുടെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് കൃഷി ലോൺ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബാങ്കിൽ നിന്ന് കത്ത് വരുമ്പോഴേ പേടിയാ, എന്താ കത്തിനകത്തെന്ന് അറിയത്തില്ല. ഒരു ദിവസത്തെ കത്ത് വായിച്ച് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നിങ്ങളുടെ ലോൺ എഴുതി തള്ളിയിരിക്കുന്നു, ആധാരം വന്ന് വാങ്ങിക്കൊള്ളുക. ശ്രദ്ധിക്കണേ, ദൈവമാണ് അതിന് സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞത്, ദൈവമാണ് അതിന്റെ ഉത്തരവാദി. അതിന്റെ പരിഹാരവും ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു, ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കും. ഈ അത്ഭുതം ദൈവം ഞങ്ങളുടെ വീടിനകത്ത് ചെയ്യാനിടയായി. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി, കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ദൈവവചന പഠനത്തിനായി പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ആദ്യം കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് കടന്നു പോകുന്നത് GFIയിലാണ്. GFIയിലെ കാക്കനാടുള്ള നിലമ്പതിഞ്ഞു മുകളിലുള്ള GFIയിലെ ബൈബിൾ കോളേജിലാണ് ഞാൻ കടന്നു പോകുവാനായിട്ട്. സുവിശേഷ വേലയ്ക്ക് പോകണം, സഹായിക്കാൻ ആരുമില്ല, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു തരാൻ ആളില്ല. ഇന്നലത്തെ പോലെ ഫെസിലിറ്റികളുള്ള സംവിധാനങ്ങളുള്ള കോളേജുകളോ അഡ്രസ്സുകളോ ഒന്നും ആർക്കും അറിയാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ KP യോഹന്നാൻ സാറിന്റെ റേഡിയോ പ്രഭാഷണം കേൾക്കുകയാണ് വീട്ടിൽ. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആത്മീയാത്ര മഞ്ഞാടി PO തിരുവല്ല 5 കത്തിടുക. ഒരു കാർഡ് മേടിച്ച് ഞാൻ ഒരു എഴുത്തെഴുതി, സാറേ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ട്. അതിന് മറുപടി വന്നു, ഇത്രാം തീയതി ഇന്നെടുത്ത് വെച്ച് പാലക്കാട് മലമ്പുഴയ്ക്കടുത്ത് വെച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഫോണില്ല, സംവിധാനങ്ങളില്ല. ഈ കത്ത് കിട്ടി ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് എൻ്റെ അമ്മാച്ചനോട് പറഞ്ഞ് ഇങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി പോകണം. അദ്ദേഹം എനിക്ക് വണ്ടിക്കൂലി തന്ന് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ അവർ പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് ഇറങ്ങി നിൽക്കുകയാ. ആരാ വരുന്നതെന്ന് അറിയത്തില്ല, എന്താ വരുന്നതെന്ന് അറിയത്തില്ല. ഈ ആത്മീയാത്ര എന്ന ഒരു ജീപ്പ് ഞാൻ കാണുകയാണ്, ഒരു വണ്ടി കാണുന്നു. ആ വണ്ടി റോഡ് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞാൻ അതിന്റെ അടിയിലേക്ക് ഓടിച്ചെന്നിട്ട് എൻ്റെ കയ്യിലെ കത്ത് കാണിച്ചു. ഇന്റർവ്യൂവിന് പറഞ്ഞിട്ട് വന്നതാണ്. എന്താ പേര്, എവിടെ വീട്, എവിടെ, എന്താ പഠിച്ചത്, ഇതാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇത്രാം തീയതി കോളേജ് തുറക്കും, അങ്ങോട്ട് പോര്, അഡ്രസ്സും പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചു. എൻ്റെ ചുറ്റുപാടുകളും സാഹചര്യവും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു, ഒന്നെന്നെ കണ്ടാ കൊള്ളുകയില്ല, 2 പൊക്കമില്ല, 3 വിദ്യാഭ്യാസം ഇല്ല, 4 സംസാരിക്കാൻ അറിയാൻ മേല, നീ സുവിശേഷ വേലയ്ക്ക് പോയിട്ട് കാര്യമില്ല, വല്ല ജോലിയും ചെയ്ത് കുടുംബത്തെയും അനിയന്മാരെയും അന്വേഷിക്ക് എന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് ചില വർഷങ്ങളെ ആകുന്നുള്ളൂ. ജീവിക്കാൻ നിവർത്തിയില്ല, വല്ലാത്ത പ്രതിസന്ധിയാണ്. ഞാൻ മാത്രമാണ് ഏക വരുമാനമുള്ളത്. അപ്പോഴാണ് അതെല്ലാം വിട്ടേച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ ഒരു സഹോദരൻ എന്നെ കൊണ്ടുവന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിനിന് വന്നിറങ്ങി നിലമ്പതിഞ്ഞു മുകളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് അദ്ദേഹം തിരിച്ചുപോയി. കമ്മ്യൂണിക്കേഷനുകളില്ല, കത്ത് സംവിധാനങ്ങൾ മാത്രമാണുള്ളത്. വല്ലാതെ സങ്കടം വരുമ്പോൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഇല്ലന്റുകളിൽ ഒരെണ്ണം എടുത്ത് വീട്ടിലേക്ക് ഒരു കത്തെഴുതും. അതിന് മറുപടിയായിട്ട് ആ സഹോദരന്മാർ എഴുതിവിടുന്ന കത്തിനകത്ത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, 100 കണക്കിന് വാക്യങ്ങളാണ് അവർ എഴുതിവിടുന്നത്. വാറ്റത്ത വാക്യങ്ങൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ ആലോചനകൾ, ആരാധിച്ചപ്പോൾ ദൈവം പറഞ്ഞ ദൈവശബ്ദങ്ങളൊക്കെ എഴുതിവിടുമ്പോൾ ആ ബൈബിൾ കോളേജിന്റെ ഏകാന്തത നിറഞ്ഞ വലിയ ക്യാമ്പസിനകത്ത് തണൽ മരത്തിന്റെ ചുവട്ടിലിരുന്ന കത്ത് വായിച്ച് എങ്ങലടിച്ച് കരഞ്ഞിട്ടുള്ള അനേക ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതിലെന്റെ ഇളയ സഹോദരനാണ് ഏറ്റവും കൂടുതൽ, അവൻ ശക്തനായ ഒരു സുവിശേഷകനാണ്. അന്ന് അഭിഷേകമൊക്കെ പ്രാപിച്ച് ശക്തമായി നിൽക്കുന്ന സമയമാണ്. അവൻ ഇങ്ങനെ ദൂതൊക്കെ ഇങ്ങനെ എഴുതിവിടും. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം നിന്നെ കുറിച്ച് ഇങ്ങനെ ദൂത് പറഞ്ഞു, ദൈവം നിന്നെ കുറിച്ച് ഇങ്ങനെ ദൂത് പറഞ്ഞു, അതുകൊണ്ട് ഭാരപ്പെടണ്ട, ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ശക്തമായ ദൂതുകളൊക്കെ എഴുതിവിടുന്ന ആ ഇല്ലന്റുകൾ ഞാൻ വായിക്കുന്നത് ഓർക്കുന്നുണ്ട്. അങ്ങനെ ബൈബിൾ കോളേജ് പഠനം തുടങ്ങി. അവിടുത്തെ പഠനത്തിന് ശേഷം വീണ്ടും മലയാളം മീഡിയം മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ തന്നെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ബെഥേസ്ദ ബൈബിൾ കോളേജ്, തോമസ് ഊട്ടി പാസ്റ്റർ നിലമ്പൂർ നടത്തുന്ന ബൈബിൾ കോളേജിൽ ഞാൻ 1 വർഷം കൂടെ പഠിച്ച് എൻ്റെ DTH ഞാൻ പൂർത്തീകരിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ തുടർന്ന് 1 വർഷം കർത്താവിന്റെ വേല ചെയ്തു. എൻ്റെ സഹോദരി റിനി, അവളും സുവിശേഷ വേലയിൽ എന്നെ ബലപ്പെടുത്തിയ ഒരു വലിയ ഘടകമാണ്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാവ് ഒക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടായിട്ട്
കൂടെ നിന്ന സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പഠനം ഒരു 2 വർഷത്തെ 3 വർഷത്തെ BTH കിട്ടില്ല, 10ാം ക്ലാസ് തോറ്റത് കൊണ്ട് DTH വിദ്യാഭ്യാസത്തിന് ശേഷം 1 വർഷം പ്രവർത്തനം കഴിഞ്ഞ് വീണ്ടും ഞാൻ പഠനത്തിനായി പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ മലയാളം എഴുതുക വായിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് എൻ്റെ വിദ്യാഭ്യാസം കടന്നുപോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ കാക്കനാട് നിലംപതിഞ്ഞ് മുകളിൽ പോയി പഠിക്കുന്ന സമയത്ത് ചെറിയ പ്രായമാണ്, പ്രാർത്ഥിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരുമില്ല. അങ്ങനെ ഞാന് വളരെ ഭാരപ്പെട്ട് ഈ ഒരു ക്യാമ്പസിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ബിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് കണ്ണൂര് ശക്തനായ ഒരു ശുശ്രൂഷകനായിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുക. അദ്ദേഹത്തിന്റെ സാക്ഷ്യമൊക്കെ ഭയങ്കര ചലിപ്പിക്കുമെന്ന സാക്ഷ്യങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ എന്നെ ബലപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തിന്റെ ആ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ അടുക്കിലോട്ട് പോയി, അച്ചാച്ച എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഈ ദൈവദാസൻ ആ മരത്തിന്റെ ചുവട്ടിൽ മണിക്കൂർ കണക്കിന് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കുറെ നേരം നോക്കി നിന്നിട്ടുണ്ട്. ചുണ്ട് മാത്രമേ അനങ്ങത്തുള്ളൂ, ശബ്ദം പുറത്തു വരില്ല. മണിക്കൂർ കണക്കിന് ആ സമയം കിട്ടുമ്പോഴെല്ലാം ആ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം എന്നെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വീണ്ടും ദൈവം ബലപ്പെടുത്തി. അങ്ങനെ മലയാളം മീഡിയത്തിലെ പഠനം കഴിച്ച് 1 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം തുടർ പഠനത്തിന് പോകണമെന്നൊരു ചിന്ത മനസ്സിനകത്ത് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള മലബാർ തിയോളജിക്കൽ കോളേജ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു സ്ഥാപനത്തിലെ ആപ്ലിക്കേഷൻ ഫോം എൻ്റെ 2ാമത്തെ സഹോദരനും എൻ്റെ സഹോദരി റിനിയും കൂടെ മേടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവർ മേടിച്ചു കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഞാൻ ആ ആപ്ലിക്കേഷനുമായിട്ട് ഇന്റർവ്യൂവിന് ആ കോളേജിലേക്ക് ബാഗൊക്കെ ആയിട്ട് കടന്നു ചെല്ലുകയാണ്. ആപ്ലിക്കേഷൻ അവിടെ മുന്നേ കൊടുത്തു. എനിക്ക് അഡ്മിഷൻ നൽകി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന്. എന്നോട് അവർ ഇംഗ്ലീഷിൽ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് പറയാൻ അറിയാൻ മേല. ആകെ അറിയാവുന്ന അന്യഭാഷ മാത്രമാണ്, വേറൊരു ഭാഷയും അറിയത്തില്ല. അങ്ങനെ ഇംഗ്ലീഷിൽ കുറെ ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ മേല, ഇത് ഇംഗ്ലീഷിലാണല്ലോ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ മതി. അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂ റൂമിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇന്നും മറക്കാത്ത അതിന്റെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ആ ബൈബിൾ കോളേജിന്റെ തന്നെ അക്കാഡമിക് ഡീനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ശക്തനായ ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകനൊക്കെയാണ് അദ്ദേഹം, പ്രൊഫസർ സജി മാത്യു എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു കർത്താവിന്റെ ദാസൻ വാതിൽക്കൽ നിൽക്കുകയാണ്. എന്നാ പറ്റി വിജേഷേ? അദ്ദേഹം എന്നോടൊരു ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇവിടെ ആപ്ലിക്കേഷൻ എൻ്റെ സഹോദരൻ എഴുതി കൊടുത്തത്, എനിക്കത് പഠിക്കാൻ പറ്റില്ല, ഞാൻ മലയാളം മീഡിയത്തിലേക്ക് പഠിക്കാൻ എഗ്രി ചെയ്തിട്ട് ഇറങ്ങിപ്പോന്നേക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, അല്ലേ വീട്ടിൽ പൊക്കോ, വീട്ടിലോട്ട് പോകാൻ പറ്റിയല്ല. അന്ന് എൻ്റെ കൂടെ മലയാളം മീഡിയത്തിൽ പഠിച്ച എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പാസ്റ്റർ സജേഷ് പുറക്കാട്. അനുഗ്രഹീതനായ ശക്തനായ ഒരു സുവിശേഷകനാണ് സജേഷ് പുറക്കാട്. ദൈവം ഇന്ന് തന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രാർത്ഥന സഹകാരിയായി എന്നോട് കൂടെ, എൻ്റെ ജ്യേഷ്ഠ തുല്യം എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതനാണ് പാസ്റ്റർ സജേഷ്. ഇന്ന് അനുഗ്രഹീതനായ ഒരു സുവിശേഷകനും ശക്തനായ സുവിശേഷ പ്രസംഗകനും ഒക്കെയാണ് അദ്ദേഹവും വിളിച്ചു പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് കത്തെഴുതി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് ബലപ്പെട്ടിട്ടാണ് ഇങ്ങനെ ദൈവോധന പഠനത്തിനായിട്ട് കടന്നുപോയത്. അങ്ങനെ ദൈവോധന പഠനത്തിനായി കടന്നുപോയി. ദൈവോധന പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠനത്തിന് ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന് ഇദ്ദേഹം സജി മാത്യു സാർ എന്നോട് പറയുന്നു, ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പൊക്കോ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വിട്ടതാണ്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചതാണ്. ഇനി തിരിച്ചു വീട്ടിൽ കയറാൻ പറ്റത്തില്ല. വീട്ടിൽ കയറിയാൽ വിശ്വാസത്തിൽ വരാത്ത ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. അവർ പറയും, അച്ഛനാകാൻ പോയിട്ട് ഇട്ടേച്ചു പോന്നു. അത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ ചെയ്യുക? ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഏകദേശം 3 മാസത്തോളം സമയം ഞാൻ ആ കോളേജിൽ വാ തുറക്കാൻ നിവൃത്തിയില്ലാതെ മുന്നോട്ട് പോയി. എന്താ എന്ന് ചോദിച്ചാൽ 10 രൂപ ഫൈൻ കൊടുക്കണം, അല്ലെങ്കിൽ സങ്കീർത്തനം കാണാതെ പഠിക്കണം. 3 പേനയൊക്കെ ഒരുപോലെ വെച്ചിട്ട് ഈ എംപോസിഷൻ എഴുതിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
അവിടെ ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, നിവൃത്തിയില്ല. എൻ്റെ പേര് മാത്രം നോട്ടീസ് ബോർഡിൽ വന്നിരിക്കുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എഴുതിയിട്ടിരിക്കുന്നത് എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല. ചാപ്പലിൽ വന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഫീസ് അടയ്ക്കണം. എനിക്കിത് മനസ്സിലാകുന്നില്ല, ആ ഭാഷ തിരിയുന്നില്ല. അങ്ങനെ ലൈബ്രറിയിൽ ചെന്നപ്പോൾ എൻ്റെ ലൈബ്രറിയനും എൻ്റെ വാർഡനുമായ ഞാൻ സ്നേഹിക്കുന്ന ജോർജ് സാറ് എന്നോട് ചോദിച്ചു, എന്നാ വിജേഷ് ഫീസ് അടയ്ക്കാത്തെ? ഞാൻ പറഞ്ഞു, അറിഞ്ഞില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അറിഞ്ഞില്ല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ആ കോളേജിന്റെ അസിസ്റ്റന്റ് ലൈബ്രറിയനും അന്നത്തെ സെക്കൻഡ് ലീഡറും കോളേജ് ലീഡറും ഒക്കെ ആയി ജിബി എന്ന് പറയുന്ന ഒരു ദേവദാസൻ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അറിയില്ല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അറിയില്ല, എനിക്കറിയാൻ മേല അതിന്റെ ഇംഗ്ലീഷ് എന്താ. അദ്ദേഹം അടുത്ത് നിന്ന് പറഞ്ഞു, ഐ ഡോണ്ട് നോ. അദ്ദേഹം സാറ് പറഞ്ഞു, എഴുതി കൊടുക്കടാ. അതെന്നോട് 500 പ്രാവശ്യം എംപോസിഷൻ എഴുതാൻ പറഞ്ഞു. അങ്ങനെയാ ഞാൻ ഐ ഡോണ്ട് നോ എന്നുള്ള പദം പഠിക്കുന്ന. 500 പ്രാവശ്യം എംപോസിഷൻ എഴുതിയിട്ടാണ് ഐ ഡോണ്ട് നോ എന്നുള്ള പദം ഞാൻ പഠിക്കാനിടയായിട്ടുള്ളത്. അങ്ങനെ പഠിച്ചു. ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ക്ലാസ്സിൽ നോട്ട് പറയും. നോട്ട് എനിക്ക് എഴുതാൻ അറിയാൻ മേല. നോട്ട് സാറുമാരിങ്ങനെ പറഞ്ഞു പോവുകയാ. ഉപവാസം പ്രാർത്ഥന ഉണങ്ങി കരിഞ്ഞ് മുഖമൊക്കെ ഒട്ടി വല്ലാതിരുന്നപ്പം എൻ്റെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. അദ്ദേഹം ഞങ്ങളെ OT സർവേ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, മാനുവൽ എന്ന് പറയുന്ന ദേവദാസൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നാ വിജേഷെ മുഖം വല്ലാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, സാറേ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉപവസിക്കുക. അത് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. അപ്പം കൂടെ ഇരിക്കുന്ന ആള് പറഞ്ഞു, മലയാളം പറഞ്ഞാൽ ഫൈൻ കിട്ടുന്നുണ്ട്, അവൻ വാ തുറക്കുകയില്ല. സാറ് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പെർമിഷൻ തരുന്നു ഇപ്പം മലയാളം പറയാൻ വേണ്ടി. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറേ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉപവസിക്കുക. സാറിനോട് പറഞ്ഞു, മോനെ ഇംഗ്ലീഷ് പഠിക്കാൻ ഉപവസിക്കണ്ട, പഠിച്ചാ മതി എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം അറിയത്തുള്ളൂ. വായിക്കുന്നതൊന്നും തലയിൽ കയറുന്നില്ല, കാണാതെ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരു വല്ലാത്ത സാഹചര്യം. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും മാത്രമായിട്ട് മുന്നിൽ പോകും. ആകെ പറയാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ചാപ്പലിൽ പാട്ടുപാടി അവസാനം കിട്ടുന്ന അന്യഭാഷ പറയാനാണ്. അതുകൊണ്ട് അന്യഭാഷ നിർത്തത്തേയില്ല. അങ്ങ് അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അന്യഭാഷ സഹിക്കാൻ വയ്യാതായപ്പോ എൻ്റെ സാറുമാർ സമയത്ത് നിർത്താനും പറ്റുന്നില്ല ചാപ്പല്. ഒരു ദിവസം എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് 3 മാസം കഴിഞ്ഞ് എന്നെ 6 മാസമായി ഞാൻ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. അന്ന് എൻ്റെ ഇംഗ്ലീഷിന്റെ കെട്ട്, ഭാഷയുടെ കെട്ട് അന്ന് ദൈവം അഴിക്കുകയായിരുന്നു. അസാധ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്കിന്നും അറിയില്ല. 2-3 കാര്യങ്ങൾ ഇന്നും എനിക്കറിയില്ല. എങ്ങനെയാണ് ഞാൻ വാഹനം ഓടിക്കാൻ പഠിച്ചത്? ഞാൻ ജീപ്പിലാണ് ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നത്. 23 വർഷമായി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അത്രയും പഴക്കമായി എനിക്ക് വണ്ടി ലൈസൻസ് കിട്ടിയിട്ട്. എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് എൻ്റെ പാസ്റ്ററിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ജീപ്പ് വന്നിട്ട് പറഞ്ഞു, ഓടിച്ചോളാൻ. എങ്ങനെ ഗിയർ മാറണം, എങ്ങനെ ക്ലച്ച്, ഇതൊന്നും അറിയാതെ വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ ഈ അക്ഷരമാല ABCD അറിയാവുന്നുള്ളതല്ലാതെ പെൻ അതൊരു പേനയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. അത്രയ്ക്ക് ആ ഭാഷ എനിക്ക് പേടിയായിരുന്നു. 10ാം ക്ലാസ് ഞാൻ 2ാമത് പരീക്ഷ എഴുതാതിരുന്നതിന്റെ കാരണം തന്നെ ഇംഗ്ലീഷ് എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര ഭയമായിരുന്നു. ആ ഭയത്തെ ദൈവം അഴിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ കാര്യം. വിദ്യാഭ്യാസത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ഞങ്ങളെ മാധ്യമത്തിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കെട്ടഴിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ തത്വചിന്തകന്മാർക്കോ ഇവിടുത്തെ ബുദ്ധിജീവികൾക്കോ അല്ല, മറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കെട്ടഴിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമാണ്. അതുകൊണ്ടാണ് പരസ്യ കവലകളിലൊക്കെ ഞങ്ങൾ നിന്ന് വിളിച്ചു പറയുന്നത് 1000 ചോദ്യം ഏക ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഭവനത്തിനകത്തെ, വീടിനകത്തെ, വ്യക്തിത്വത്തിനകത്തെ ബന്ധനങ്ങൾ അടിയാൻ 1000 വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നരുളി ചെയ്ത നസ്രയനായ യേശുവിന്റെ വഴി മാത്രം. അതുകൊണ്ട് ചേർന്ന് പറയാൻ കഴിയട്ടെ, യേശുവിൽ വിശ്വസിച്ചാൽ ജീവിതം ഒരു അത്ഭുതമായി
മാറും. അങ്ങനെ ഞാൻ അവിടെ 3 വർഷം പഠിച്ചു. ഒരു വർഷം പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഷ എന്ന് പറയുന്നത് ദൈവം തരുന്ന ജ്ഞാനമാണ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് തോറ്റ ഞാൻ വീണ്ടും പോയി 10ാം ക്ലാസ് രണ്ടാമതും എഴുതി. 10-12 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ പോയി 10ാം ക്ലാസ് എഴുതി. അന്നത്തോടുകൂടെ ഞാൻ പഠിച്ച സിലബസ് മാറുകയായിരുന്നു. ഞാൻ പോയി പഴയ പിള്ളേരുടെയൊക്കെ തട്ടിന്റെ പുറത്തൊക്കെ കയറി ആ ബുക്കുകളൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് 10ാം ക്ലാസ് പോയി എഴുതി. ഞാൻ പാസ്സായി, കറക്റ്റ് പാസ്സായി. അവിടെ ആ കോളേജിൽ എൻട്രൻസ് എഴുതി BA-ക്ക് കയറാൻ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതി BA സോഷ്യോളജിയിലേക്ക് ഞാൻ എൻട്രി ചെയ്തു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ബന്ധനത്തെ ദൈവം അറുത്തു കളയാനായിട്ടിടയായി തീർന്നു. അവിടെ BTH പഠിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ കൂടെ BA-യും പഠിക്കാനായിട്ട് കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെ മുന്നോട്ട് പോയി ദൈവോധന പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. തുടർന്ന് കൗൺസിലിംഗ് കോഴ്സ് കോട്ടയത്ത് കടുവാക്കുളത്തുള്ള പെരിയൽ കൗൺസിലിംഗ് സെന്ററിൽ ഡിപ്ലോമയും BTH-ഉം കൗൺസിലിംഗ് പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ MTവിന് ഇപ്പോൾ റാന്നി വെച്ചൂച്ചിറയിലുള്ള ഡൂലോസ് ബൈബിൾ സെമിനാരിയിൽ ഞാൻ ഓൺലൈനായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ പ്രായത്തിലും കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കൃപ ദൈവം അന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കെട്ടുപൊട്ടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഒഴിച്ചു തരാനിടയായി തീർന്നു. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കാൻ കഴിയും, വിവേകികളാക്കാൻ കഴിയും. ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തോട് യാചിക്കട്ടെ. കുഞ്ഞെ, നിരാശപ്പെടണ്ട. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ, നിന്റെ ബുദ്ധിമണ്ഡലത്തിലെ കുറവുകളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് ധൈര്യമായി നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്ക്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അതിനെന്നെ പ്രോത്സാഹിപ്പിക്കുകയും പഠനാനന്തരം ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത് എൻ്റെ സഭയുടെ പാസ്റ്റർ തന്നെയാണ്. എന്നെ പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ ശക്തനാക്കിയത് എൻ്റെ പാസ്റ്റർ തന്നെയാണ്. ഞങ്ങൾ കുഞ്ഞുപ്രായത്തിലൊക്കെ ഇരിക്കുമ്പോൾ വാക്യം എഴുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങളെയും കൊണ്ട് തെരുവിൽ പോയി നിന്ന് അദ്ദേഹം സുവിശേഷ പരസ്യയോഗങ്ങൾ നടത്തുമായിരുന്നു. ഇന്നും എൻ്റെ ജോലിയും അത് തന്നെയാണ്. പരസ്യയോഗ പ്രസംഗകനാണ് ഞാൻ, സുവിശേഷ പ്രസംഗകനാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. കവലയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തെ ശാന്തമായി വിളിച്ചു പറയുന്നതിൽ ഒത്തിരി അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ്, അതാണ് എൻ്റെ മിനിസ്ട്രിയും, അതാണ് എൻ്റെ ഇഷ്ടവും. അത് എനിക്ക് പകരപ്പെട്ട് കിട്ടിയത് എൻ്റെ സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ തോമസ് കുട്ടിയിൽ നിന്നാണ്. അദ്ദേഹം ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ കേരള സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മലപ്പുറത്തും നിലമ്പൂരുമൊക്കെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സെൻട്രൽ പാസ്റ്റർ ആയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അനേകരെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ഒരു അഭിഷിക്തനാണ് ദൈവത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുക. ഇങ്ങനെ ചിലരെയൊക്കെ ദൈവം ജീവിതത്തിലേക്ക് വഴിത്തിരിവുകളിലേക്ക് കൊണ്ടുപോയി വിടാനായി ജീവിതത്തിലേക്ക് കൊണ്ടുവിട്ടത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ സുവിശേഷം ദൈവോധന പഠനം കഴിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മദ്രാസിലേക്ക് കടന്നുപോയി. അതിനുശേഷം ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. സഹായിക്കാൻ ആരുമില്ല, കയറി വരാൻ ആരുമില്ല. പെന്തക്കോസുകാരുടെ വിവാഹം എങ്ങനെയാണെന്ന് അറിയാത്ത കൂട്ട സഹോദരങ്ങൾ, ദേശനിവാസികൾ ഒക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യം. അത്ഭുതകരമായി ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി നിന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മുടിയുള്ള കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, സൗന്ദര്യമുള്ള ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ ദൈവമേ, നിനക്ക് ഹിതമുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നായിരുന്നു. ഇന്ന് ഞാൻ അതിന് സ്തോത്രം പറയുകയാ. ചോദിച്ച് ചിലതൊക്കെ ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവര് ഒക്കെ അതിന്റെ പരിണിതഫലം അനുഭവിച്ച് ദുഃഖം അനുഭവിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ദൈവമേ, നിനക്ക് ഹിതമുള്ള എൻ്റെ സ്വഭാവവും എൻ്റെ ശുശ്രൂഷയും അങ്ങേക്കാണ് അറിയാവുന്നത്. അതിനു പറ്റിയ ഒരാളെ എനിക്ക് തരണം എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. IPC-യിൽ പെരിന്തൽമണ്ണ മാലാപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്കുന്ന അനുഗ്രഹീതനായ ഒരു സുവിശേഷാത്മാവുള്ള മനുഷ്യന്റെ ഒരു 3 മക്കളിൽ 2 ആണും 1 പെണ്ണുമുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ദൈവം എനിക്ക് ഭാര്യയായി നൽകി തരാനായിട്ടിടയായി തീർന്നു. ഞങ്ങള് സ്വന്തം വിവാഹ ജീവിതമൊക്കെ എൻ്റെ വിവാഹമൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഭയങ്കര അത്ഭുതകരമായിട്ടാണ് എൻ്റെ വിവാഹമൊക്കെ നടക്കാനായിട്ടിടയായി തീർന്നത്. അതിനുവേണ്ടി ദൈവം ചെയ്ത പ്രവർത്തികളൊക്കെ വളരെ
വളരെ വർണ്ണനീയമാണ്. അങ്ങനെ ദൈവോധന പഠനം കഴിഞ്ഞ് വിവാഹിതനായി പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ പൈനിയറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിടയായി തീർന്നു. എൻ്റെ ഭാര്യ അവിടെ വെച്ചാണ് പ്രഗ്നന്റ് ആകുന്നത്. അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 500 രൂപയാണ് അന്നത്തെ ഒരു മാസത്തെ സപ്പോർട്ട്. അതിൽ 300 രൂപ വാടക കൊടുക്കണം. 200 രൂപ കൊണ്ടാണ് ഒരു മാസം ഞങ്ങൾ രണ്ടുപേരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വളരെയധികം ഭാരപ്പെട്ട് ഇരിക്കുന്ന സമയം, ഞാൻ മണ്ണെണ്ണ സ്റ്റൗ ആണ് ഉള്ളത്. മണ്ണെണ്ണ സ്റ്റൗവില് എയർ അടിച്ചിട്ടാണ് അത് കത്തിക്കുന്നത്. എയർ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ വാൽവ് കേടായിപ്പോയി. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതിൽ ഒരെണ്ണം മാത്രമാണ് പറയുന്നത്. വാൽവ് കേടായിപ്പോയി. ഞാനത് മാറ്റാൻ, അതിന്റെ ബുഷ് മാറ്റാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ, പേഴ്സ് എടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ 5 രൂപയാണ് കയ്യിലുള്ളത്. ആ ബുഷിന്റെ വില 5 രൂപയാണ്. ഏകദേശം 6-7 കിലോമീറ്റർ വേണം അത് മേടിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ നടന്ന് പോയി മേടിച്ചുകൊണ്ട് വന്ന് ആഹാരം പാകം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അന്നൊക്കെ ആകെയുള്ളത് വീട്ടിൽ നിന്ന് വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ചമ്മന്തി ഇടിച്ചത്, ആ ചമ്മന്തി ഇടിച്ചതും കഞ്ഞിയുമാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരിയൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് അതിട്ട് വെച്ച് ഈ ചമ്മന്തിപ്പൊടിയുമൊക്കെ ഇളക്കിയിട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ പൈനിയറിംഗ് വർക്ക്. കൃപയാൽ പട്ടിണിയൊന്നും കിടന്നിട്ടില്ല, പക്ഷേ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ പ്രസവമൊക്കെ നടക്കുന്ന സമയത്ത് സാമ്പത്തികമില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. പല തീരുമാനങ്ങളും എടുത്ത് പ്രാർത്ഥിച്ചു. അതിനൊക്കെ ദൈവം അത്ഭുതകരമായി സാമ്പത്തിക വഴികളെ തുറന്നു തന്നു. എൻ്റെ ഭാര്യയ്ക്ക് എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു കത്ത് വരികയാണ്. ഞങ്ങൾ സുവിശേഷ വേലക്കാരല്ലേ, എന്തിനാ എംപ്ലോയ്മെന്റിൽ നിന്ന് കത്ത് എൻകറേജ് ചെയ്യുന്നത്? ഞാൻ അതോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒരു പ്രേരണ കിട്ടി, ഇന്റർവ്യൂവിന് അവളെ വിടാൻ. അങ്ങനെ അവളുടെ പപ്പയുടെ കൂടെ ഇന്റർവ്യൂവിന് വിട്ടു. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന്റെ ഫാദർ ഇൻ ലോയെ അറിയുന്ന ഒരാളാണ്. ഒരിക്കലും സാധ്യതയില്ലാത്ത ആ ജോലി അവക്ക് കിട്ടി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് താൽക്കാലിക നിയമനം അവക്ക് കിട്ടി. 2.5 മാസം ജോലി ചെയ്തു. ഏകദേശം 60,000 രൂപ ദൈവം സാലറി ആയിട്ട് ദൈവം കയ്യിൽ തന്നു. 2.5 മാസമേ ജോലി ചെയ്തുള്ളൂ. അത് കഴിയുമ്പോൾ ജോലി പോയി. പിന്നെ ഇന്റർവ്യൂ ഇഷ്ടം പോലെ വന്നു, പലതിനും പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് ദൈവത്തിന്റെ ഒരു നീതിയായിരുന്നു. ആ കാശ് കിട്ടുക, ആ ഒത്തിരി ബാധ്യതകൾ തലയുടെ മുകളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമായിരുന്നത് കൊണ്ട് ആ ജോലി അങ്ങനെ കിട്ടി, ആ കാശ് കിട്ടി, ആ ജോലി അവിടെ കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോയി. അങ്ങനെ കർത്താവിന്റെ വേലയോടിരിക്കുന്ന സമയത്താണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചിങ്ങവനത്ത് വന്ന് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലഭിക്കാനിടയായി. തമ്പിച്ചായനോട് ഉള്ള സംഭാഷണത്തിലെ മധ്യത്തിൽ തോമസ് കുട്ടി പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു സുവിശേഷകൻ ഇതുപോലെയുണ്ട്, അവനെ എൻ്റെ അടുക്കിലേക്ക് വിട് എന്ന് ആവശ്യപ്പെടാനിടയായി. അങ്ങനെയാണ് ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ചിങ്ങവനത്ത് ഞാൻ കടന്നു വരാനായിട്ടിടയായി തീർന്നത്. ഇന്ന് ചിങ്ങവനത്ത് താമസിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. 10 വർഷത്തോളം തമ്പിച്ചായനോടും ആന്റിയോടും കൂടെ സഞ്ചാരിയായി ഒത്തിരി സുവിശേഷീകരണത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ, സുവിശേഷ വേല വ്യാപ്തി മനസ്സിലാക്കാൻ ഒക്കെ കർത്താവ് ഭാഗ്യം ചെയ്തത്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തരാനായിട്ടിടയായി തീർന്നു. 2 പെൺകുഞ്ഞുങ്ങളും ദൈവമാണ് അവരെ പഠിപ്പിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം ദൈവമാണ് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകും. 1-2 അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം കൂടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ 1 വർഷവും 1.5 വർഷവും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിങ്ങവനത്ത് വന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന കാശ് തീർന്നു. അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് ബ്രെഡ് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി, മൂത്ത കുഞ്ഞെന്നുണ്ട്, കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. പരിചയമില്ലാത്തത് കൊണ്ട് കടം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചിങ്ങവനത്ത് നിന്നും ബെഥേസ്ത വരെ നടന്നു വന്ന സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് ചിങ്ങവനത്ത് ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും എന്ത് വേണേലും നമുക്ക് തരും. അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അന്നത്തോടുകൂടെ കടം ചോദിക്കുന്ന പരിപാടി ഞാൻ അവസാനിപ്പിക്കാനിടയായി തീർന്നു. പിന്നീട് കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല, അതിന് ദൈവം അവസരവും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയടിച്ചു. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറയത്തക്കതുപോലെ വിശ്വാസത്താൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദിവസം ഒരു വല്ലാത്ത പ്രതിസന്ധിയൊക്കെ ഞാൻ നേരിട്ട സാഹചര്യത്തിൽ ചിങ്ങവനം ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ നിനക്ക് ഒരു വാഹനം തരും. ഞാൻ ദൈവത്തോട് തിരിച്ചു ചോദിച്ചു, ദൈവമേ
ആകെ ചെറിയൊരു ശമ്പളമാണ് മാസം കിട്ടുന്നത്. അതിൽ നിന്ന് തുച്ഛമായ രീതിയിലാണ് ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴെങ്ങനെയാണ് വാഹനം നൽകുന്നത്? ആ സമയത്താണ് നോട്ട് നിരോധനം വരുന്നത്. ചിങ്ങവനത്ത് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് എനിക്കുണ്ട് എന്ന് ഞാൻ പറയാനിടയായി. അങ്ങനെ ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഞാൻ പലർക്കായിട്ട് ഉപയോഗിക്കാനായി കൊടുത്ത ആ സമയത്ത് ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ അതിനകത്തൂടെ ട്രാൻസാക്ഷൻ നടത്താനിടയായി. ബാങ്കിലിട്ടേ അന്ന് പൈസ തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അതിനുള്ള സംവിധാനത്തിലൂടെ അത് ചെയ്തെടുക്കാനിടയായി. അങ്ങനെ ഞാൻ വിശ്വാസത്താൽ എൻ്റെ വീടിന്റെ സൈഡിൽ ഒരു പടുത, ഞാൻ താമസിക്കുന്ന റൂമിന്റെ സൈഡിൽ ഒരു പടുത മേടിച്ചു കിട്ടി. ദൈവം വണ്ടി തരാൻ പോവുകയല്ലേ, വണ്ടി തരുമ്പോൾ അത് പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടേ, അവിടെയെല്ലാം ചെത്തി വൃത്തിയാക്കി ഞാനൊരു പടുത മേടിച്ചു കെട്ടി അവിടെ വിശ്വാസത്താൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ജോലി റിട്ടയർമെന്റ് നടന്നപ്പോൾ മദർ ഇൻ ലോയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാ. ആ വണ്ടി മേടിക്കാനുള്ള കാശുമായി ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ നടന്നു, പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടിയില്ല. അതിനു മുമ്പ് വരെ എവിടെ നോക്കിയാലും ആ കാശിന് സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോഴൊന്നും അത്രയും പൈസയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടാനില്ല. ദൈവത്തിന് സെക്കൻഡ് ഹാൻഡ് വണ്ടി തരാനല്ലായിരുന്നു പ്ലാൻ. ആയിരിക്കുന്ന സമയത്ത് ചിങ്ങവനത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി, സ്റ്റാഫ് എല്ലാം കൂടെ കൂടി ഒരു കുറി തുടങ്ങി. ആ കുറി അടിച്ചു. അങ്ങനെ 70,000 50,000 രൂപ ഉണ്ടായിരുന്നത് 70,000 രൂപയായിട്ട് മാറി. അങ്ങനെ എൻ്റെ സഹോദരന് ഒരു 10,000 രൂപയും കൂടെ തന്ന് 80,000 രൂപ കൊടുത്ത് എനിക്ക് പുതിയൊരു വാഹനം മേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടവ് 5 വർഷം. ദൈവം തന്നെ അത്ഭുതകരമായി അത്രയും കാശ് ഇല്ലാത്ത സാഹചര്യത്തിൽ അത്രയും കാശ് എനിക്ക് സാമ്പത്തികമായി ഇല്ലാതിരിക്കുന്ന സമയത്ത്, അത്രയും കാശ് ഒരു മാസം എടുക്കാൻ 5,500 രൂപ 5,200 രൂപ എനിക്ക് മാസം അടവ് വേണം. അത്രയും രൂപ മാസം വരുമാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് അത്രയും രൂപ കൊടുത്ത് ലോൺ ഇട്ട് ഒരു വാഹനം മേടിക്കും. അതൊരു അത്ഭുതമായതുകൊണ്ട് ഞാൻ പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെല്ലാം ഭയങ്കര ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകേണ്ട സാഹചര്യം, ചിങ്ങവനം ബദേസ്തയിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം അങ്ങനെ വാഹനവുമായി എയർപോർട്ടിലേക്ക്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഗാലറി ടിക്കറ്റ് എടുത്ത് വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഗാലറിയിൽ കയറിയിരുന്നു. അപ്പം ഈ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവിടെയുള്ള വിസിറ്റിംഗ് കസേരയിൽ ചാരി ഇരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്കെങ്ങനെയാണ്, എന്നാണ് ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാവുക, ഈ ഫ്ലൈറ്റിലൊക്കെ കയറാൻ എന്നാണ് ഒരു അവസരം ഉണ്ടാവുക എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. കൊണ്ടുപോകാൻ ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, വിളിക്കാൻ ആരും, അങ്ങനെ വിളിച്ചാൽ പ്രത്യേകിച്ച് ഗിഫ്റ്റോ അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്, ആരാണ് വിളിക്കുക എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം, അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോൾ രാത്രിയിൽ വരികയാണ്. എൻ്റെ ഒരു സഹോദരൻ, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. 2 ദിവസം തത്കാലിൽ പാസ്പോർട്ട് എടുക്കാമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു മാസത്തേക്ക് ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്, നിന്റെ പേരാണ് അവർ പറയുന്നത്, പറ്റുമെങ്കിൽ നിനക്കതിനോട് പ്രതികരിക്കാം. ഞാൻ ചെന്ന് തമ്പിച്ചായനോട് പറഞ്ഞു. തമ്പിച്ചായൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പച്ച, ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നു, അതിന് നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് ഇല്ല. അപ്പം ഞാനിങ്ങനെ ആൾക്ക് പറഞ്ഞു, എന്നാ പാസ്പോർട്ട് എടുക്ക്. ഞാൻ പറഞ്ഞു, ഓക്കെ. അപ്പച്ചന്റെ അനുവാദമൊക്കെ കിട്ടി. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്പോർട്ടിന് നീ കൊടുത്തോ? ഞാൻ പറഞ്ഞു, കൊടുത്തില്ല അപ്പച്ച എന്ന് പറഞ്ഞു. എൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അപ്പച്ചന് കാര്യം മനസ്സിലായി. അപ്പച്ചൻ കാര്യങ്ങൾ മൂളലുകൾക്കകത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പച്ചൻ. നമ്മുടെ മൂളലുകൾക്കകത്ത്, നമ്മുടെ ആ തേങ്ങലുകൾക്കകത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തമ്പിച്ചാൻ. തമ്പിച്ചാൻ എൻ്റെ കയ്യിലേക്ക് 2,000 രൂപ എടുത്തു വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് പോയി അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ അദ്ദേഹമാണ് എനിക്കതിന് കാശ് തരുന്നത്. ഞാനങ്ങനെ എൻ്റെ ഡോക്യുമെന്റുകളും എല്ലാമായി ഓടി അക്ഷയയിൽ ചെന്നു. എൻ്റെ ഡോക്യുമെന്റിന് അകത്ത് ഒരു ചെറിയ തിരുത്തുണ്ടായിരുന്നു. അതെല്ലാം 6 മാസം മുമ്പേ, ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ ചെയ്തു തീർത്തു. അങ്ങനെ ആ ഡോക്യുമെന്റുകളെല്ലാം കൊടുത്ത് തത്കാലിന് ഞാൻ അപേക്ഷിച്ചു. തൽക്കാലിന് അപേക്ഷിക്കുമ്പോൾ ഞാൻ കോട്ടയത്താണ് എൻ്റെ സെന്റർ വെക്കുന്നത്, എൻ്റെ വീട് മലപ്പുറത്തും. തൽക്കാലിന് അപേക്ഷ വെച്ച് കോട്ടയത്ത് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്, തൽക്കാലിന് അതേ നെഗറ്റീവ് പ്ലേസിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടത്. അതറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നോർമലായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊന്നിന് കൊടുക്കുമ്പോൾ പിന്നീട് ഡേറ്റ് കിട്ടുന്നത് വീണ്ടും മുന്നോട്ട് പോകും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ, നോർമൽ പാസ്പോർട്ടായി പോകട്ടെ എന്ന് പറഞ്ഞ് അതിനുള്ള കാശുമടച്ച്
അതിനുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. 4-ാമത്തെ ദിവസം പാസ്പോർട്ടിന്റെ എൻക്വയറി വന്ന 5-ാമത്തെ ദിവസം പാസ്പോർട്ട് എന്റെ കയ്യിൽ വന്നു. ആ സമയത്താണ് തമ്പിച്ചാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനിടയായി തീർന്നത്. ആ ഒരു സമയമായിരുന്നു, ആ ഒരു പീരീഡ് ആയിരുന്നു അത്. അങ്ങനെ എന്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടി ഞാൻ വരുന്നതും പാസ്പോർട്ട് മേടിക്കാൻ പോയിട്ട് വരുന്ന സമയത്താണ് തമ്പിശാൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അങ്ങനെ നോർമൽ പാസ്പോർട്ടിന് കൊടുത്തിട്ട് തത്കാൽ സ്പീഡിൽ ആ പാസ്പോർട്ട് ദൈവം എന്റെ കരങ്ങളിൽ തരാനിടയായി. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ഒരു യാത്ര ഒരുക്കി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതന്റെ ചർച്ചിൽ ഞാൻ കടന്നു ചെന്ന് 1 മാസം അവിടെ ശുശ്രൂഷിക്കാൻ, ആ ചർച്ചിൽ മാത്രം. അങ്ങനെ എൻ്റെ 1-2 സ്നേഹിതന്മാരുടെ അടുക്കൽ മാത്രം യാത്ര ചെയ്ത് 2-ാമത്തെ പ്രാവശ്യവും ദൈവം 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ ഒരു അവസരം ഒരുക്കി തരാനിടയായി തുറന്നു. അതേ അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ഞാൻ വിദേശത്ത് പോകുന്നതിന് തൊട്ട് മുമ്പേ ചിങ്ങവനത്ത് ഞങ്ങളൊരു സുവിശേഷ പ്രവർത്തക ടീമുണ്ട്, ഗോസ്പൽ ടീം എന്നറിയപ്പെടുന്ന. ഞങ്ങള് എന്നെ പോലെയുള്ള ചെറുപ്പക്കാരായ സുവിശേഷ വേലക്കാര് സൗജന്യമായി ഞങ്ങളുടെ കയ്യിൽ ദൈവം തമ്പിച്ചാനൊക്കെ ആയിട്ട് മേടിച്ചു തന്ന 1-2 മൈക്കുകളുണ്ട്. അതുമായിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിലും അല്ലാതെ ആരും വിളിക്കാനില്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം നിയോഗം തരുന്ന സ്ഥലങ്ങളിലും ഒക്കെ കടന്നുപോയി സുവിശേഷം പറയുന്ന ഒരു സുവിശേഷ ടീമുണ്ട്. അവര് സുവിശേഷ പ്രവർത്തനം തുടങ്ങിയ ആ സമയമാണ്, ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയ സമയമാണ്. ആ സമയത്ത് ഈ ചിങ്ങവനത്തിന്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ, സകല വീടുകളും സകല മൂലകളും കയറിയിറങ്ങി സുവിശേഷ പ്രവർത്തനം നടത്തി. അന്ന് ഞാൻ ചിങ്ങവന സഭയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ആഴ്ചയിൽ 1500 രൂപ കിട്ടും. ആ 1500 രൂപയുമായിട്ട് ചൊവ്വാഴ്ചയാണ് പരസ്യയോഗം. ആ പൈസ ഞാൻ എടുത്തു വെച്ചിട്ട് വേറൊന്നിനും ചിലവാക്കാതെ ആ കാശ് കൊണ്ട് വരുന്ന ദൈവദാസന്മാർക്ക് മുഴുവൻ ആഹാരം മേടിച്ചു കൊടുത്ത്, നല്ല നല്ല ഹോട്ടലുകൾ കൊണ്ടുപോയി ഞാൻ ആഹാരം മേടിച്ചു കൊടുത്ത് അവരെ ആദരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 2 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് വിദേശത്തോട്ടൊരു യാത്ര ഉണ്ടാകുന്നത്. വിദേശത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ താമസിച്ച വീട്ടിലെ അങ്കിൾ ദുബായിലുള്ള സകല ഹോട്ടലുകളിലും കൊണ്ടുപോയി അവിടെയുള്ള ഏറ്റവും നല്ല ആഹാരങ്ങൾ എനിക്ക് മേടിച്ചു തരാനിടയായി തീർന്നു. ഞാൻ ഒരു ദിവസം വന്ന് ആഹാരം കഴിച്ചിട്ട് വന്ന് എന്റെ കട്ടിലിൽ കിടക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഞാൻ ചോദിച്ചു ദൈവത്തോട്, എന്നാ അങ്ങനെ പറഞ്ഞേ? നീ ആഴ്ചയിൽ കിട്ടുന്ന 1500 രൂപ കൊണ്ട് നല്ല ആഹാരം പരസ്യത്തിന് വരുന്ന പാസ്റ്റർമാർക്ക് മേടിച്ചു കൊടുത്തില്ലേ? നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ലഭിക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആഹാരം, ഞങ്ങൾ 2 പേരുമേ ഉള്ളവിടെ, ഞങ്ങൾ 2 പേരും എന്നും പകലുക്കില്ല ഉപവാസം വൈകിട്ട് പോയി ആഹാരം കഴിക്കും. അങ്ങനെ അദ്ദേഹം ഏറ്റവും നല്ല ആഹാരം എനിക്ക് മേടിച്ചു തരാനിടയായി തീർന്നു. അപ്പൊ ദൈവമാർക്കും കടക്കാരനല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. വായിച്ച വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. വേറെ ആരിലേക്ക് നോക്കണ്ട, ആളുകളുടെ മുഖത്തേക്ക് നോക്കണ്ട, ലോകത്തിന്റെ സാഹചര്യങ്ങളിൽ ആശ്രയിക്കണ്ട. ദൈവമുഖത്തേക്ക് നോക്ക്. കൈവിടാതെ കൂടെ നിൽക്കുന്ന ഒരു ദൈവകരമുണ്ട്. ഇന്ന് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില മാസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ ആളുകൾ വിശ്വാസത്തിൽ വരുന്നു. വലിയ ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരുത്തില്ല. എനിക്ക് അമ്മയും 2 സഹോദരന്മാരുമാണുള്ളത്. പിതാവ് മാറ്റപ്പെട്ടു പോയി. ഒരാള് ബിനോയ് തോമസ്, അദ്ദേഹം ശക്തനായ സുവിശേഷകനാണ്, UP-യിലൊക്കെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അനേക ദൈവദാസന്മാര് UP പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വിദേശ രാജ്യത്താണ്. 2-ാമത്തെ സഹോദരനും കർത്താവിന്റെ വേലയുടെ ഭാഗമായി ചിങ്ങവൻ നിലമ്പൂർ ചുങ്കത്തറയിൽ ഞങ്ങളുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു വരുന്നു. മാതാവിന്റെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് ഞങ്ങൾ 3 തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നത്. അതുപോലെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ, കൂട്ടുകാരൊക്കെ കൈത്താങ്ങൽ തന്ന, പ്രതിഫലം നോക്കാതെ അസൂയയില്ലാതെ സ്നേഹിക്കുകയും കൈത്താങ്ങൽ തരികയും ചെയ്ത അനേക ദൈവദാസന്മാരെയും ദൈവജനത്തെയും ഓർക്കുന്നു. അവരൊക്കെയാണ് ഇന്ന് നിലനിൽക്കാനിടയായി തീർന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞാൽ നിലനിൽക്കാൻ ദൈവമൊരുക്കിയ ദൈവദൂതന്മാരായ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരോടും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അത്ഭുതമായി തീരട്ടെ. അനേകരുടെ വിടുതലിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. വിശ്വസ്തയോടെ നിൽക്കുക, സ്വർഗം മാനിക്കും. വിശ്വസ്തയോടെ നിൽക്കുക, സ്വർഗം മാനിക്കും. വിശ്വസ്തയോടെ നിൽക്കുക, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ ചാനലിനോടും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയാനിറ്റിയോടും സാക്ഷ്യകൂടാരത്തിന്റെ ശ്രോതാക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ, അനുഗ്രഹീതമായ സാക്ഷ്യം. ഹല്ലേലൂയ. എന്തു പറയേണ്ടുവെന്നറിയില്ല. ആമേൻ. അസാധ്യമെന്ന്
കരുതിയ പല സാഹചര്യങ്ങളിലും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയാല് കർത്താവ് ഒരു അത്ഭുത ജന്മം നൽകി. സാക്ഷ്യവും അത്ഭുതകരമാം വിധത്തിലായിരുന്നു. കർത്താവ് ഈ ഒരു അത്ഭുത ജന്മം നൽകിയത് ഈ ലോകത്തിൽ ഇത്രത്തോളം കർത്താവിന്റെ അത്ഭുതങ്ങളെ വിവരിക്കേണ്ടതിനാണ്. കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചിലവഴിച്ചതിന്. ദൈവം ധാരാളമായിട്ട് നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കട്ടെ. പിന്നെയും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പാസ്റ്ററെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ഒരു വാക്ക് പാസ്റ്റർ ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രൈസ് ലോർഡ് ഞങ്ങളുടെ പേര് കണ്ടിന്യൂ ചെയ്യും. പിന്നെ സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രതികാൽ ഞങ്ങൾ ബീനാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവിന്റെ ദാസി ചിലവിടുന്ന സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് പറയത്തക്ക നിലകളിൽ അനേകരെ വിടുവിക്കാൻ, അനേകർ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ പ്രതികൂലമാക്കി നിൽക്കുമ്പോൾ അതൊന്നും നോക്കാതെ വിശ്വാസത്തിന്റെ ദീപശിഖയായി നിൽക്കാൻ തന്റെ ദാസിയെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തീ മാറാതെ തീയുടെ ബലം കെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സിംഹം മാറാതെ സിംഹത്തിന്റെ കുഴിക്കകത്ത് പാർപ്പാൻ ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ. നിന്റെ ജനത്തിനു വേണ്ടി അത്ഭുതകരമായി വാതിലുകളെ തുറക്കണമേ. ഈ സാക്ഷ്യകൂടാരത്തെ, ഈ വചന പഠന ക്ലാസ്സുകളെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സഹോദരങ്ങളെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ഭാഷയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ എന്ന നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലൊരു നീതിയുടെ കരം, ഒരത്ഭുതത്തിന്റെ കരം, ശുദ്ധീകരണത്തിന്റെ കരം, വിടുതലിന്റെ കരം, സൗഖ്യത്തിന്റെ കരം, ദൈവപ്രവൃത്തിയുടെ കരം യേശുവിന്റെ നാമത്തിൽ എന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മ നിന്നു പോകാതെ അനേകരുടെ വിടുതലിന്റെ ഭാഗമായി ദൈവം ഉപയോഗിക്കണമേ. ശക്തമായ ഒരു ആത്മനിയോഗത്തിന്റെ തുടർക്കഥയായി മാറാൻ ദൈവം ഇതിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില തീരുമാനങ്ങൾക്ക് വേണ്ടി രൂത്ത് വില കൊടുത്തപ്പോ രൂത്തിന്റെ ജീവിതാനുഭവത്തിനകത്ത് ചില ചരിത്ര രേഖകൾ ദൈവം എഴുതി വെച്ചതുപോലെ യബ്ബേസ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യബ്ബേസിനു വേണ്ടി ദൈവത്തിന്റെ കരമിറങ്ങി വന്നതുപോലെ പിശാചിന്റെ ശക്തികളും അവന്റെ ആലോചനകളും ഞങ്ങളെ പിടിച്ചു കെട്ടാൻ നടത്തുന്ന സകല ശ്രമങ്ങൾക്കകത്തുനിന്നും ആത്മമണ്ഡലത്തിൽ പുറത്തു വരാൻ എന്റെ ജനത്തെ ബലപ്പെടുത്തേണ്ടതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മ വലിയ വിടുതലും നന്മയുമായി മാറട്ടെ. കർത്താവിന്റെ കരം വെളിപ്പെടും, അത്ഭുതം ചെയ്യും. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം, കൃപയിൽ പൊതിയുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ